പരിമിതികൾ മറികടന്ന് സംസ്ഥാന കലോത്സവത്തിലെത്തിയ ഒരു ശ്രീജിത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജിത്ത് എങ്ങനെയാണ് ഈ മത്സരവേദിയിൽ എത്തിയതെന്ന് പറയാൻ പോവുകയാണ്. സ്വപ്നങ്ങൾക്ക് വേണ്ടി എല്ലാ കാഠിന്യങ്ങളും സഹിച്ച് വന്ന ഒരു അതിജീവനത്തിൻ്റെ കഥാകാരനായിട്ട് ശ്രീജിത്ത് നമുക്ക് മുന്നിൽ വരികയാണ്. ശ്രീജിത്തിൻ്റെ കഥയിലേക്ക്. നീ അതിലാടാ ചെയ്യുന്നത്? ഏത് പരിപാടിയാണ്? ഞാൻ വട്ടപ്പാട്ടാണ്. അത് 10-20 മിനിറ്റില്ലേ നിങ്ങൾക്ക് പൂരക്കളി വരുമ്പോൾ? എന്നെ കൊണ്ട് പറ്റുമോ നന്നായിട്ട്? എന്നെ കൊണ്ട് പറ്റുമോ നന്നായിട്ട്? ശ്രീജിത്തിന് മുന്നിൽ തടസ്സങ്ങളായിരുന്നു കൂടുതൽ. പോരാട്ടമോ കീഴടങ്ങലോ? അച്ഛനില്ല. പോറ്റാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മയുടെ പ്രതീക്ഷ കാക്കണം. സ്കൂളിലെത്താൻ ദിവസവും നടന്നു തീർത്ത കരിമിൻകാലയിലെ കാട്ടുവഴികൾ നൽകിയ കരുത്തിൽ കലയുടെ വഴി തേടി. കലോത്സവം ഒരാഗ്രഹമായി ശ്രീജിത്തിനൊപ്പം കൂടിയത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. തുറന്നു പറയാൻ വീണ്ടും എടുത്തു 6 വർഷം. നന്ദിയോട് SKB സ്കൂളിൽ +1 ചേർന്ന ശേഷം അധ്യാപകനെ കണ്ട് ആഗ്രഹമറിയിച്ചു. മുന്നിൽ വീണ്ടും പ്രതിസന്ധികൾ. ശ്രീജിത്തിൻ്റെ ഒരു സൈസിൻ്റെ ഒരു കുറവുകൊണ്ട് മറ്റുള്ള കുട്ടികളോട് ആ ഒരു വേഗത്തിലെത്താൻ പറ്റുന്നില്ല. പ്രധാനമായും ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ആശങ്ക. ശ്രീജിത്ത് 20 മിനിറ്റ് കളിച്ച് തീർക്കുമെന്നുള്ള. പക്ഷെ വളരെ ഫലപ്രദമായി ശ്രീജിത്ത് ബാക്കിയുള്ളവരോടൊപ്പം തന്നെ ആ 20 മിനിറ്റും ഭംഗിയായിട്ട് കളിച്ചു. ദിവസവും വന്യമൃഗങ്ങളെ കണ്ട് കാട്ടുവഴികളിലൂടെ 5 കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്തുന്ന ശ്രീജിത്തിന്റെ കരുത്തിനു മുന്നിൽ പൂരക്കളിയുടെ കഠിനമേറിയ ചുവടുകളും വഴങ്ങി. ദേഹവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ആദ്യമൊക്കെ വഴങ്ങി വന്നില്ല. പിന്നെ വഴങ്ങി. ശരീരമൊക്കെ സെറ്റായി. പ്രാക്ടീസൊക്കെ ചെയ്തപ്പോൾ സെറ്റായി. പൂരക്കളിയുടെ പൂർവ്വനിശ്ചിതമായ പുരുഷാകാര രൂപം ശ്രീജിത്തിനു മുന്നിൽ പഴങ്കഥയായി. പ്രതിസന്ധികൾ തരണം ചെയ്ത ശ്രീജിത്തിന് ഇത് അതിജീവനമാണ്. പോരാട്ടത്തിൻ്റെ പുതിയ വഴിയാണ്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.